ഓക്കെ, ഇപ്പൊ ലാസ്റ്റ് വീഡിയോയിൽ ഞങ്ങൾ കണ്ടതല്ലേ മറ്റേ ക്രെഡ് CJ വെച്ചിട്ട് ക്രെഡ് എങ്ങനെ ചെയ്യണമെന്നുള്ളത്. അപ്പൊ അതിന്റെ കോഡ് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. അപ്പൊ അതിൽ ഞങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാല് എന്താ ഒരു അത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം സെയിം ലോജിക്കാണ് നമ്മൾ ഇപ്പുറത്തും ഉപയോഗിക്കുന്നത്. പൈത്തൺ വിത്ത് MySQL ചെയ്യുമ്പോഴും എന്താ പറയുക CGI ഇല്ലാണ്ട് ചെയ്യുമ്പോഴും സെയിം ലോജിക്കാണ് യൂസ് ചെയ്യണം. അപ്പൊ അതിൽ ഞങ്ങൾ ചെയ്തത് എങ്ങനെയാന്ന് പറഞ്ഞാല് ഈ എന്താ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ബട്ടൺ ഏതാണ് ക്രിയേറ്റ് ആണെങ്കിൽ ക്രിയേറ്റിന്റെ കോഡ് വിളിക്കും. കോഡ് നമ്മൾ സെപ്പറേറ്റ് ഒരു ഫംഗ്ഷൻ ആയിട്ട് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്രിയേറ്റ് ബട്ടൺ നോക്കി കഴിഞ്ഞാൽ ക്രിയേറ്റിന്റെ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ എന്താ റീഡ് ആണെങ്കിൽ റീഡിന്റെ കോഡ്, അങ്ങനെ ആ ഒരു ബട്ടൺ ഏതാ പ്രസ് ചെയ്തേക്കുന്നത് നോക്കിയിട്ടായിരിക്കും ചെയ്യണത്. പക്ഷെ നേരെ കുറച്ച് ഇപ്പൊ സാധാ പൈത്തൺ വെച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ടെർമിനലിലായിരിക്കും ഔട്ട്പുട്ട് കാണിക്കേണ്ടത്. അപ്പൊ അതെങ്ങനെ മെനു ഡ്രീവൺ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ മെനു വെച്ചിട്ട് ഒരു മെനു ആഡ് ആയിട്ട് 1 നെക്കി കഴിഞ്ഞാൽ ആഡ് ഐറ്റം, 2 നെക്കി കഴിഞ്ഞാൽ വ്യൂ ഐറ്റം, അങ്ങനെ ഒരു മെനു വെച്ചിട്ട് ചോയ്സ് വെച്ചിട്ട് ഞങ്ങൾക്ക് നോക്കാൻ പറ്റും. ഇപ്പൊ 1 ആണ് പ്രസ് ചെയ്തെങ്കിൽ എന്താ റീഡ് അല്ലെങ്കിൽ ഇവിടെ ആഡ് കൊടുത്തെങ്കിൽ ആഡിന്റെ ക്രിയേറ്റ് ചെയ്യാനുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യാം. പിന്നെ എന്താ 2 ആണെങ്കിൽ റീഡിന്റെ, അങ്ങനെ ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് ഫസ്റ്റ് ഡാറ്റാബേസ് കണക്ടിവിറ്റി വേണം. അപ്പൊ അതിനാണെങ്കിൽ അതിന് വാമ്പ് ഓപ്പൺ ചെയ്തിട്ട്, വാമ്പ് അല്ലെങ്കിൽ സാമ്പ് ഏതെങ്കിലും എടുത്താൽ മതി. അത് വെച്ചിട്ട് MyPSP അഡ്മിനിലോട്ട് പോവാ. പിന്നെ ലോഗിൻ ചെയ്തിട്ട് ഞാനൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണേ വെറുതെ. ഡാറ്റാബേസ് നെയിം ഞാൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കാം, എനിക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. പിന്നെ അതിൽ കോളം എന്ന് പറയുന്നത് ടേബിൾ എന്ന് പറയുന്നത് ഐറ്റംസ് എന്ന് പറഞ്ഞു കൊടുക്കാം. പിന്നെ ഒരു ID ഉണ്ടാവും, ID ഓട്ടോ ഇൻക്രിമെന്റ് ആയിരിക്കും. പിന്നെ ഐറ്റം നെയിം, ഐറ്റം ഡിസ്ക്രിപ്ഷൻ, ഇത്രയും ആട്രിബ്യൂട്ട്സ് ആണ് ഞാൻ കൊടുക്കുന്നത് ആ ടേബിളിൽ. അതെല്ലാം മാർക്കർ 30 വെച്ച് കൊടുക്കാം. ഓക്കെ, ഇത്രയും ആട്രിബ്യൂട്ട്സ് കൊടുത്തിട്ട് സേവ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ ബ്രൗസ് നോക്കി കഴിഞ്ഞാൽ ഐറ്റംസ് ഒന്നും കയറിയിട്ടില്ല. അപ്പൊ ഈ കോഡ് വെച്ചിട്ട് ഞങ്ങൾക്ക് അതിൽ ഐറ്റംസ് കിട്ടണം. അപ്പൊ അതിന് ഫസ്റ്റ് ചെയ്യണത് CJയിൽ നമ്മൾ എന്താ ചെയ്ത് ആദ്യം ചെയ്ത് ഡാറ്റാബേസ് വെച്ചിട്ട് കണക്ട് ചെയ്ത്, പിന്നെ അതിന്റെ കഴ്സർ ഒബ്ജക്റ്റ് നമ്മൾ റിട്രീവ് ചെയ്ത്, അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിലും സെയിം ലോജിക് തന്നെയാണ്. കണക്ഷൻ ഇട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക. കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇതിൽ വന്ന പാക്കേജ് MySQL കണക്ടർ എന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ്പൊ അത് ആദ്യം ഇമ്പോർട്ട് ചെയ്യാം, MySQL കണക്ടർ. മറ്റേതിൽ വന്നത് ക്യാപിറ്റൽ ഇതാ MySQL DB എന്ന് പറഞ്ഞിട്ടായിരിക്കും, വിത്ത് ഇത് CJയും CJDB. ഇതിൽ വന്നത് ജസ്റ്റ് MySQL കണക്ടർ മാത്രം മതി. അപ്പൊ അത് ഡിഫോൾട്ട് ആയിട്ട് എനിക്ക് തോന്നുന്നു പൈത്തൺ പിപ്പ് ഇൻസ്റ്റാൾ ഒന്നും ചെയ്യേണ്ടി വരില്ല. അപ്പൊ അതിനുവേണ്ടി ഞാൻ സെപ്പറേറ്റ് വെർച്വൽ എൻവയോൺമെന്റ് അങ്ങനെയൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് സാധാ പൈത്തൺ കോഡാണല്ലോ. അപ്പൊ MySQL കണക്ടർ വെച്ചിട്ട് കണക്ഷൻ സ്ട്രിങ് ഏതാ സെയിം തന്നെ, അപ്പുറത്ത് കൊടുത്തേക്കുന്ന സെയിം തന്നെ. ഇത് കണ്ട ലോക്കൽ ഹോസ്റ്റ് റൂട്ട് പാസ്വേഡ് ഒന്നുമില്ല DB ടെസ്റ്റ്, ഇവിടെ അത് തന്നെ കൊടുത്തേക്കണം. ഞാൻ ഡാറ്റാബേസ് ഇപ്പൊ ക്രിയേറ്റ് ചെയ്തല്ലോ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ടെസ്റ്റ് ഡാറ്റാബേസിൽ ഐറ്റംസ് എന്ന ടേബിൾ. അപ്പൊ ഇവിടെ ഡാറ്റാബേസ് ടെസ്റ്റ് കൊടുത്ത് പാസ്വേഡ് ഒന്നുമില്ല, റൂട്ട് ലോക്കൽ ഹോസ്റ്റ് അങ്ങനെ കൊടുത്ത്, അത് കഴിഞ്ഞിട്ട് കഴ്സർ കണക്ഷൻ ഡോട്ട് കഴ്സർ വേണമെങ്കിൽ ഇവിടെ DB എന്ന് പറഞ്ഞ് വേണമെങ്കിൽ കൊടുക്കാം. DB ഡോട്ട് കഴ്സർ, മനസ്സിലായില്ലേ? അതിൽ നിന്ന് കഴ്സർ എടുത്തിട്ട് ഒരു ഒബ്ജക്റ്റിലോട്ട് സ്റ്റോർ ചെയ്ത്, പിന്നെ വൈൽ ലൂപ്പ്, വൈൽ ട്രൂ എന്ന് പറഞ്ഞാൽ അകത്ത് ഒരു പ്രാവശ്യം നടത്തി കഴിഞ്ഞിട്ട്, ഇവിടെ DB മാറ്റിയപ്പോ ഇവിടെയും മാറ്റം വരുത്തണം. ശരിക്കും ട്രൈ കാച്ചിൽ വരേണ്ടതാണ്, പക്ഷേ കുഴപ്പമില്ല. പിന്നെ കഴ്സറിൽ നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കും ഒരു ഒബ്ജക്റ്റിൽ. പിന്നെ വൈൽ ട്രൂ വെക്കണ കാരണം ഒരു പ്രാവശ്യം നടന്നിട്ട് അതിലിപ്പോ എക്സിറ്റ് നിൽക്കിയാൽ മാത്രമേ വൈൽ ലൂപ്പ് എക്സിറ്റ് ആയാൽ മതി, ആ ഒരു രീതിയിൽ വെക്കാനാ. അപ്പൊ ഇത് സാധാ മെനു ഡ്രീവൺ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാലോ. ഇപ്പൊ എന്താ ഇത് പ്രിന്റ് ചെയ്ത് കാണിക്കും. 1 നിൽക്കുമ്പോൾ ആഡ് ഐറ്റം, 2 നിൽക്കുമ്പോൾ വ്യൂ, 3 അപ്ഡേറ്റ് ഡിലീറ്റ് എക്സിറ്റ്. പിന്നെ ചൂസ് ആൻ ഇൻപുട്ട് നമ്മൾ മേടിക്കുന്നു യൂസറിന് എടുക്കുന്നത് 1 to 5 മേടിച്ചിട്ട്, ഇപ്പൊ ചോയ്സ് 1 ആണെങ്കിൽ ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡ്, ക്രിയേറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മെത്തേഡാണ്. നമ്മൾ യൂസർ ഞാൻ തന്നെ ഡിഫൈൻ ചെയ്ത ഒരു ഫംഗ്ഷൻ ആണത്, അല്ലാണ്ട് ഓൾറെഡി ഉള്ളതല്ല. അപ്പൊ ഇല്ലെങ്കിൽ ഇവിടെ അതിന്റെ ക്രിയേറ്റിന്റെ കോഡ് മൊത്തം ഇവിടെ ചെയ്യേണ്ടി വരും. അപ്പൊ അതിനേലും എളുപ്പം ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി അങ്ങനെ ചെയ്തേക്കണേ. ക്രെഡിലും മറ്റേ CJയിലും നമ്മൾ അതേപോലെ തന്നെ ചെയ്ത, ഇവിടെ എന്താ ക്രിയേറ്റ് നിൽക്കുമ്പോൾ ക്രിയേറ്റ് യൂസർ എന്ന് പറഞ്ഞൊരു മെത്തേഡ് വിളിച്ചിട്ട് കമ്മിറ്റ് ഇവിടെ കൊടുക്കും, ആ ഒരു രീതിയിലാണ് ചെയ്തത്. ഇവിടെയും സെയിം തന്നെയാണ് കണ്ട, ക്രിയേറ്റ് എന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ട് DB ഡോട്ട് കമ്മിറ്റ്. ഇവിടെ റീഡിന് കമ്മിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ എക്സിക്യൂഷൻ ഒന്നും ചെയ്യണില്ല. അപ്പൊ അപ്ഡേറ്റ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ അപ്ഡേറ്റ് വിളിച്ചിട്ട് കമ്മിറ്റ് ചെയ്യുക, ഡിലീറ്റ് വിളിച്ചിട്ട് കമ്മിറ്റ് ചെയ്യുക.
ഇനിയിപ്പോ അതിന്റെ ലാസ്റ്റ് കഴ്സർ ഡോട്ട് ക്ലോസും ഡിബി ഡോട്ട് ക്ലോസും ഇതെല്ലാം വൈൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയി കഴിയുമ്പോൾ ആ ഫംഗ്ഷൻ സ്കോപ്പ് നോക്കുക. അപ്പൊ ആ ഒരു രീതിയിലാണ് ഇൻഡന്റേഷൻ. ഇനി ഇതിന്റെ ഓരോ ഫംഗ്ഷൻ വെച്ച് നോക്കണമെങ്കിൽ ക്രിയേറ്റ് യൂസർ, അതിൽ കഴ്സർ പാസ് ചെയ്ത് കിട്ടും. കഴ്സർ ഇല്ലാണ്ട് നമുക്ക് എക്സിക്യൂഷൻ ഒന്നും നടത്താൻ പറ്റില്ല, ക്വറി ഒന്നും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിൽ ഐറ്റം നെയിമും ഐറ്റം ഡിസ്ക്രിപ്ഷനും യൂസറിന്റെ അടുത്ത് നിന്ന് വാങ്ങിച്ച് ഓക്കെ. എന്നിട്ട് എന്താ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് ക്വറി ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത്. ഇപ്പൊ മറ്റേതിൽ ഇതേപോലെ തന്നെ ആയിരുന്നല്ലോ ചെയ്ത. ഒറ്റ സെക്കൻഡ്. ആ ഇതൊരു ക്വറി സ്ട്രിങ്, എന്നിട്ട് അതിൽ നമ്മൾ ഈ വാല്യൂസ് പാസ് ചെയ്ത് കൊടുത്തു. ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മറ്റേ ക്രെഡിന്റെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും കുറച്ചും കൂടെ. ഇത് ഇങ്ങനെ SQL ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രിങ്, ഓക്കെ, ഇങ്ങനെ ഒരു സ്ട്രിങ് സ്റ്റോർ ചെയ്ത് വെച്ചു. ഇങ്ങനെ ഒരു സ്ട്രിങ് സ്റ്റോർ ചെയ്തിട്ട് ഇവിടെ എങ്ങനെയായിരുന്നു SQL കോമ അതിൻ്റെ അകത്ത് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ വേണ്ടി വന്ന നമ്മുടെ ഇൻപുട്സും ഐറ്റം നെയിമും ഡിസ്ക്രിപ്ഷനും മേടിച്ചിട്ട് അതൊരു ഇൻപുട്സിൽ അതൊരു വേരിയബിൾ സ്റ്റോർ ചെയ്തിട്ട് അത് ഈ ക്വറിയിൽ പാസ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് കഴ്സർ ഡോട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി സെയിം ക്വറിയാണ്. ഇപ്പൊ അത് അപ്ഡേറ്റ് ആയാലും ഡിലീറ്റ് ആയാലും കഴ്സർ ഡോട്ട് എക്സിക്യൂട്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പൊ അതിൽ ക്വറിയും ഐറ്റം നെയിം പാസ് ചെയ്ത് പിന്നെ അത് കഴിയുമ്പോൾ പ്രിന്റ് കാണിക്കും. പിന്നെ നെക്സ്റ്റ് റീഡ് എന്ന് പറയുമ്പോൾ എന്താ സെലക്ട് സ്റ്റാർ ഫ്രം ഐറ്റംസ് നമുക്ക് കിട്ടും. ഏതാ കഴ്സർ ഡോട്ട് എക്സിക്യൂട്ട് സെലക്ട് സ്റ്റാർ ഫ്രം ഐറ്റംസ് വന്നിട്ട് അത് ചെയ്ത് കഴിയുമ്പോൾ റോസ് ഇസ് ഈക്വൽ ടു കഴ്സർ ഡോട്ട് ഫെച്ച്. ഇപ്പൊ കഴ്സറിന്റെ അകത്ത് നമുക്ക് എന്താ ഉള്ള ഈ റിസൾട്ട് ഉണ്ട്, ക്വറിയുടെ ഫുള്ള് റിസൾട്ട് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് ഫെച്ച് ഓൾ ചെയ്യുമ്പോൾ ആ റിസൾട്ട് മൊത്തം ഞങ്ങൾക്ക് ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും, ഒരു ഒബ്ജക്റ്റ്. എന്നിട്ട് അതിൽ നമുക്ക് ഫോർ ലൂപ്പ് വെച്ചിട്ട് പ്രിന്റ് ഇങ്ങനെ റോ അറ്റ് ഇൻഡെക്സ് ഓഫ് 0. ഇതൊക്കെ ഞാൻ മറ്റേ ക്രെഡിൽ CJയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അത് നോക്കാം. അത് നോക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. അപ്പൊ റോ അറ്റ് ഇൻഡെക്സ് ഓഫ് 0 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കോളത്തിൽ എന്താ ID അല്ലേ, ഇവിടെ കാണിച്ചു തരാം. ഇത് കണ്ട റോ അറ്റ് ഇൻഡെക്സ് ഓഫ് 0 എന്ന് പറയുമ്പോൾ കോളം 0ല് ID ഏതാന്ന് പറഞ്ഞ് കാണിക്കും. കോളം 1ല് ഐറ്റം നെയിം കാണിക്കും. കോളം 2ല് ഐറ്റം ഡിസ്ക്രിപ്ഷൻ കാണിക്കും. അപ്പൊ അത് തന്നെ ഇവിടെ ചെയ്തേക്കണം. റോ അറ്റ് ഇൻഡെക്സ് ഓഫ് 0 ഈ T കൊടുത്തേക്കുന്നത് ടാബ് സ്പേസ് വരാൻ വേണ്ടി. പിന്നെ റോ അറ്റ് ഇൻഡെക്സ് ഓഫ് 1ഉം 2ഉം ആ ഒരു രീതിയിൽ പ്രിന്റ് ചെയ്ത് കാണിച്ച് ഫുള്ള് ഫോർ ലൂപ്പ് വെച്ചിട്ട്. പിന്നെ അപ്ഡേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പഴയ ഐറ്റം ID മേടിക്കും. ഇപ്പൊ ഓൾറെഡി ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന് ID കിട്ടൂലേ. ഇപ്പൊ ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിന് ID 1 പിന്നെ 2 അങ്ങനെ ഓട്ടോ ഇൻക്രിമെന്റിൽ അത് പോകും. അപ്പൊ അത് ഇന്റിജർ ആക്കി കൺവേർട്ട് ചെയ്തിട്ട് അത് മേടിച്ചിട്ട് ഒരു ഐറ്റം ID സ്റ്റോർ ചെയ്തു. പിന്നെ ന്യൂ ഐറ്റം നെയിം വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ മാറ്റാണ്ട് ഇങ്ങനെ തന്നെ മതി. ID മേടിച്ചിട്ട് ഐറ്റം നെയിമും ഡിസ്ക്രിപ്ഷനും മാറ്റുന്ന രീതിയിലാക്കി. എന്നിട്ട് പിന്നെ ജസ്റ്റ് കുറെ എക്സിക്യൂട്ട് ചെയ്ത് കുറെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതും ഒരു SQL എന്നിട്ട് വേരിയബിളോട്ട് സ്റ്റോർ ചെയ്യാം ഇവിടെ ചെയ്ത പോലെ തന്നെ. അത് വേണമെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഇവിടെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്താൽ മതി. അപ്ഡേറ്റ് ഐറ്റം സെറ്റ് ഐറ്റം നെയിം ഈക്വൽ ടു ഇവിടെ അപ്ഡേറ്റ് ഐറ്റംസ് ഞാനിവിടെ അപ്പുറത്ത് കൊടുത്ത ടേബിൾ നെയിം തന്നെയാണ് ഇവിടെയും കൊടുത്തേക്കണം. അപ്പൊ നിങ്ങൾ അത് കറക്റ്റ് കൊടുക്കുക. പിന്നെ ഐറ്റം നെയിം ഈ ആട്രിബ്യൂട്ട്സും കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ടേബിൾ നെയിം ഇല്ലേ, കോളം നെയിം, ഇവിടെ ഐറ്റം നെയിമും ഐറ്റം ഡിസ്ക്രിപ്ഷനും കൊടുത്തേക്കണം. ഇവിടെ അതേപോലെ തന്നെ സെയിം തന്നെ കൊടുത്തേക്കണം. എന്നിട്ട് പെർസെന്റേജസ് അത് സബ്സ്റ്റിറ്റ്യൂഷൻ ലാസ്റ്റ് നമുക്ക് ഒരു ലിസ്റ്റ് പോലെയായിട്ട് പാസ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഐറ്റം നെയിം ഡിസ്ക്രിപ്ഷൻ ID അത് പാസ് ചെയ്ത് കൊടുത്ത് അത് ആ ഓർഡർ സെയിം ഓർഡറിൽ തന്നെ കൊടുക്കുക. പാസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്താ വന്ന ഐറ്റം നെയിം അല്ലേ, അപ്പൊ ഐറ്റം നെയിം ഫസ്റ്റ് പാസ് ചെയ്ത് കൊടുത്ത് പിന്നെ ഐറ്റം ഡിസ്ക്രിപ്ഷൻ പിന്നെ അതിന്റെ ID. അത് കഴിയുമ്പോൾ പ്രിന്റ് ഐറ്റംസ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട്. സെയിം തന്നെ ഡിലീറ്റിനും ഐറ്റം ID മേടിക്കും. ID വെച്ചിട്ടായിരിക്കും ഡിലീറ്റ് ചെയ്യണം. അപ്പൊ ID യൂണീക്ക് ആയതുകൊണ്ട് അത് മേടിച്ചിട്ട് cursor dot execute delete from items where ID equal to നമുക്ക് പാസ് യൂസറിന്റെ മേടിച്ച ID എന്നിട്ട് ഡിലീറ്റഡ് സക്സസ്ഫുള്ളി. അപ്പൊ ഇത് റൺ ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെ നിന്ന് ജസ്റ്റ് നിങ്ങൾക്ക് റൺ കോഡ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ കമാൻഡ് എടുത്തിട്ട് ഇവിടെ CMD കമാൻഡ് എടുക്കണേ. കമാൻഡ് എടുത്തിട്ട് പൈത്തൺ സ്പേസ് നിങ്ങളുടെ ഫയൽ നെയിം, ഇതിൽ എന്റെ ഫയൽ നെയിം CRUD demo py എന്നുള്ളതാണ്. CRUD demo. അപ്പൊ ഇത് മെനു ഡ്രീവൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇൻസേർട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ആഡ് ഐറ്റം ചെയ്യുമ്പോൾ ഫസ്റ്റ് 1 വെക്കുക, ഐറ്റം നെയിം ഇപ്പൊ ആപ്പിൾ കൊടുത്ത് ഡിസ്ക്രിപ്ഷൻ ഗ്രീൻ ആപ്പിൾ അങ്ങനെയാണ്. ഐറ്റം ആഡഡ് സക്സസ്ഫുള്ളി കാണിച്ചിട്ടുണ്ട്. ഇനി ഡാറ്റാബേസിൽ പോയി നോക്കണമെങ്കിൽ അത് വന്നിട്ടുണ്ട്. കണ്ട ഐറ്റം 1 ആപ്പിൾ ഗ്രീൻ ആപ്പിൾ. ഇനി വേണമെങ്കിൽ വ്യൂ ഐറ്റം നോക്കി കഴിഞ്ഞാൽ കണ്ട 1 ആപ്പിൾ ഗ്രീൻ ആപ്പിൾ അങ്ങനെ ആ രീതിയിൽ ഡിസ്പ്ലേ ചെയ്ത് വരും. ആ കാര്യമായിട്ടുള്ള ഇങ്ങനെ
വേണമെങ്കിൽ ടേബിൾ ഫോർമാറ്റിലും ഒക്കെ വേണമെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഒരു എന്താ മറ്റേ ഒരു സംഭവമില്ലേ, ഇങ്ങനെയൊക്കെ വെച്ചിട്ട് അത് വേണമെങ്കിൽ ചെയ്താൽ മതി. പിന്നെ വ്യൂ ഐറ്റം നോക്കി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഐ ഡി അപ്ഡേറ്റ് 3 ആണ്. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഐ ഡി ചോദിക്കും. ഐ ഡി നമുക്കിപ്പോൾ ഉള്ളത് 1 ആണല്ലോ, ആകെ ഒറ്റ ഐറ്റം ഉള്ളൂ. അപ്പോൾ 1 അടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന്റെ നെയിം എന്താ വേണമെങ്കിൽ ഗ്രീൻ ആപ്പിൾ ഉള്ളത് ഗ്രീൻ ആപ്പിൾ എന്നാക്കാം. പിന്നെ ഐറ്റം ഡിസ്ക്രിപ്ഷൻ അപ്ഡേറ്റഡ്, ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യാം. അപ്പോൾ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി. ഇനിയിപ്പോൾ വീണ്ടും വ്യൂ ചെയ്യണമെങ്കിൽ അത് കണ്ട ഗ്രീൻ ആപ്പിൾ അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞ വന്നത്. അപ്പോൾ രണ്ടും അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇനി ഡിലീറ്റ് ചെയ്യുമ്പോഴും എന്താ ഐറ്റം ഐ ഡി പാസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1 കൊടുത്ത് ഐറ്റം ഡിലീറ്റഡ്. ഇനി വ്യൂ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒന്നും ഡിസ്പ്ലേ ചെയ്യണില്ല ഇവിടെ കണ്ടോ. പിന്നെ 5 നിൽക്കുമ്പോൾ ഫൈനലി എക്സിറ്റ് ആവും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ക്രഡ് വിത്ത് പൈത്തൺ ആൻഡ് ഡാറ്റാബേസ് MySQL. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഡാറ്റ പോയി, ആപ്പിൾ നമ്മൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്തത് അപ്ഡേറ്റ് ആയിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രേ ഉള്ളൂ അതിന്റെ കോഡ്.